ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങൾക്ക് അർജുനെ മറയ്ക്കാനാകില്ല. അവൻ ഉയർന്നേ നിൽക്കുന്ന കാലം വരെ അവന് കാവലാളായി മനാഫ്മാരുടെ ഉണ്ടാകും. എന്നാൽ മനാഫിനെ അധിക്ഷേപിച്ചവർക്ക് കാലവും ചരിത്രവും മാപ്പ് നൽകില്ല. എനിക്ക് എന്റെ അർജുനെ എനിക്ക് എന്റെ അർജുനെ എന്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം. അത്രയും പറഞ്ഞു, അത്രയും സത്യസന്ധമായിട്ട് പറഞ്ഞിട്ട് പോലും ഇത്രയും മനുഷ്യന്റെ ഏതൊരു പ്രവൃത്തിയിലും അല്ലെങ്കിൽ എന്ത് പോസിറ്റീവായിട്ടുള്ള പ്രവൃത്തികളിലും വിമർശനം കണ്ടെത്തുന്ന ചിലരാണ് അവര് നമ്മുടെ ഭാഷയിലുള്ള ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ വിശേഷിച്ചാൽ അത്രയ്ക്കും വൃത്തികെട്ട മനസ്സിന്റെയാണ് അവർക്കുള്ളത്. ഇല്ല, മനാഫ് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങള് ഞങ്ങള് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എന്താ പറയാ, പുഴയിലേക്ക് ആ മനുഷ്യൻ നോക്കിയിരിക്കുന്നു. അർജുനിപ്പോ വരും, അർജുനിപ്പോ വരും, അർജുനിപ്പോ കിട്ടും. കുറെ ആൾക്കാർ അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയണത് ആ മനുഷ്യനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, മനുഷ്യനിൽ പെട്ട ആൾക്കാർ, അത് ഒറ്റ മനസ്സുള്ള ആൾക്കാരാണ്. പ്രിയപ്പെട്ടവരെ, നീണ്ട 71 ദിവസത്തിന് ശേഷം ആ ദുഃഖവാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അർജുൻ വിടവാങ്ങിയിരിക്കുകയാണ്. അർജുൻ അപകടത്തിൽപ്പെട്ടതറിഞ്ഞ് ഷിരൂരിലെത്തിയ 2 സഹപ്രവർത്തകർ, 2 ലോറി ഡ്രൈവർമാർ, ശബരിനാഥും വിശ്വനാഥും. ശബരിനാഥ് ചേട്ടാ, മനാഫിന്റെ ഒരു സ്നേഹം, ചില കുബുദ്ധികൾ ഇപ്പൊ പറയുന്നത് ലോറി കിട്ടാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. അത്രയും മനസാക്ഷിയില്ലാതെ പറയുന്നവരോട് എന്താണ് താങ്കൾക്കൊരു മറുപടി പറയാനുള്ളത്? മനാഫ് അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങള് ഞങ്ങള് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ആ ഒരു മഴയും അത്രയും അതേമാതിരിയുള്ള സാഹചര്യത്തില് ചെളിയും കാര്യങ്ങളായിട്ട് ആ മനുഷ്യൻ പച്ചവെള്ളം കുടിക്കാണ്ടാണ് എന്നുവെച്ചാൽ ആ ഒരു ഇതിനു വേണ്ടി ഞങ്ങൾ മനാഫിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ. ഈ മനാഫിനെ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തു, അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു. ആ മനുഷ്യൻ അത്രയധികം കഷ്ടപ്പെട്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആൾക്കാരും ആണ് മനാഫിന്റെ മേലിൽ കുതിര കയറലും പിടിക്കലും എന്തെല്ലാം വിഷയങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ആ മനുഷ്യൻ പൊരുതി നിന്നു. ഈ നിമിഷം ആ വണ്ടി ഉയർത്തി പല കാര്യങ്ങളും ഉണ്ടായി. ഇതൊന്നും ഈ സത്യം അറിയാണ്ട് ഉള്ള ആളുകളാണ് ഈ കുറ്റം പറച്ചിലും കാര്യങ്ങളും. 71 ദിവസത്തിന് ശേഷം ആ സങ്കട വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ വളരെ ആശ്വാസമുണ്ട്. കാരണം അത്രയധികം ബുദ്ധിമുട്ടോടെ കഴിച്ചിട്ടാണ് അത് കിട്ടിയത്. ഞങ്ങളവിടെ പോകുമ്പോൾ വളരെ ദയനീയാവസ്ഥയായിരുന്നു. മഴയും കാറ്റും പിന്നെ വേലിയേറ്റവും വേലിയിറക്കവും. ഞങ്ങൾ ആ പുഴയിൽ ഞങ്ങൾ 2 പേരും 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി നോക്കിയപ്പോൾ ചളിയിൽ താഴണം. അത്രയധികം ചളിയുണ്ട് ആ പുഴയിൽ. കർണാടകയിൽ ഒരു മനുഷ്യൻ പോയത്, അവിടെയുള്ള ആൾക്കാർ തന്നെ പോയത് കർണാടക ഗവൺമെന്റ് അന്വേഷിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവർക്ക് അതിനോട് വലിയ താല്പര്യം, ഒരു മനുഷ്യൻ പോണതിൽ വലിയ താല്പര്യം തോന്നിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഞങ്ങളുടെ മലയാളികൾ കേരളത്തിലാണ് ഇതിനെ ഒരു മലയാളി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും ഞങ്ങളത് കണ്ടെത്തി പിടിക്കും. അതാണ് ഞങ്ങളുടെ ഒരു സ്വഭാവമാണ്. പക്ഷെ അത് കർണാടകയിൽ അത്ര സ്നേഹം കാണിച്ചിട്ടില്ല. അവിടുത്തെ പോലീസുകാരും നമ്മളോട് അത്ര സ്നേഹം കാണിച്ചില്ല. എന്താണ് ഇയാളെ കൊണ്ട് ഇത്ര വലിയ കാര്യം, ഇയാൾ ആരാണെന്നൊക്കെയാണ് അവിടെ അന്വേഷിച്ചിരുന്നത്. അത് ഭയങ്കര വിഷമമുള്ള ഒരു ചോദ്യങ്ങളാണ് അവര് ചോദിച്ചത്. ഒരു വിലയില്ലാണ്ടാണ് അവര് കണ്ടത്. ഒരു ഡ്രൈവറെ ഇത്രയും വലിയ പേര് കേട്ട ആളാണോ? പേര് കേട്ട ആളല്ല. നമുക്കൊരു മനുഷ്യന് ആവശ്യമാണല്ലോ. VIP മാത്രമേ താല്പര്യമുള്ള പോലെയാണ് അവരെ സംഭാഷണം. ഇപ്പോ അർജുനെ തിരിച്ചു കിട്ടി, അത്ര ആശ്വാസമാണ് അത്. എന്ന് വെച്ചാൽ നമ്മളൊരാളെ കാണാനില്ല എന്ന് പറയണതും അതേമാതിരി തന്നെ നമ്മള് ഒരു ബോഡി കിട്ടാന്ന് പറഞ്ഞാലും അതൊരു വ്യത്യാസമല്ലേ. അത് ആ പുഴയുടെ ഉള്ളിൽ നിന്ന് വണ്ടി ഇപ്പൊ ഒന്ന് കയറ്റി അത് കണ്ടു. അതെന്നുവെച്ചാൽ മനസ്സിൽ അത്രയധികം വിഷമവും ദുഃഖവും കാര്യങ്ങളും ചില കിട്ടിയില്ലോ. റോട്ടുമ്മ പോണ അപകടങ്ങള്, ഇത് നമ്മളെ പതുങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പൊ ഇതൊക്കെ യാദൃശ്യമായിട്ട് അവനവന്റെ ഒരു ശ്രദ്ധ കുറവുകൊണ്ടല്ല ഉണ്ടായത്. പ്രകൃതി ദുരന്തം മാതിരിയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇത്രയും ദിവസം വൈകിയാലാണ് എന്നുവെച്ചാൽ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് പോലും ഇത് ഓരോ ഘട്ടം ആയിട്ട് നിർത്തിവെക്കുക. ഞങ്ങളവിടെ പോയി കാണുമ്പോൾ തന്നെ പറഞ്ഞു, നമുക്കത് TV നമ്മൾ വാർത്താ ചാനലിൽ കൂടി കാണുന്ന മാതിരി അല്ല. അവിടെ നേരിട്ട് പോയി തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യക്തത മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇദ്ദേഹം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം അനുജനെ പോലെ അമ്മയോട് പറഞ്ഞ വാക്ക് പാലിച്ചു. അത് അവിടെ തന്നെ നിന്നു. അത് അത്രയും എന്തല്ല, ഒരു സമയത്ത് പ്രതീക്ഷയ്ക്ക് നഷ്ടപ്പെട്ടിരുന്നു, അന്വേഷണം നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലും മനാഫ് അവിടെ തന്നെ നിന്നു. അവനെ കൊണ്ടേ ഞാൻ അവിടെ മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി അത്രയധികം പൊരുതി കേരളത്തിൽ നിന്നുള്ള എല്ലാ മലയാളികളുടെ സപ്പോർട്ടും ഈ വാർത്താ മാധ്യമങ്ങളുള്ള ഒരു ശ്രദ്ധയും ഇടപെടലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതേവരെ എന്ന് വെച്ചാൽ കർണാടക ഗവൺമെന്റ് ഇതിന് ഒരു വളരെ പുച്ഛത്തോട് കൂടിയിട്ടാണ് മനാഫിനെ എത്ര വട്ടം തല്ലിന്നുള്ളത് ചോദിച്ചാൽ മതി. ഉന്തും തള്ളും പിടിയും കാര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ഇദ്ദേഹത്തിന് അർജുൻ അവാർഡ് കിട്ടിക്കഴിഞ്ഞ് കേരളത്തിന് അപൂർവമായിട്ട് ആൾക്കാർ മാത്രം ആദ്യ ദിവസം ഉണ്ടായി. കണ്ണൂരിൽ നിന്നും കുറച്ച് ലോറിക്കാരും പിന്നെ തൃശ്ശൂരിൽ നിന്നും ഇവർ മാത്രമേ പോയിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു നിങ്ങൾ അന്ന് ആദ്യം അവിടെ പോയപ്പോൾ അവസ്ഥ എന്തായിരുന്നു? ഞങ്ങള് ഇതിനു മുന്നേയും പോയിട്ടുള്ള വഴികളാണ്. ഇങ്ങനെ ഒരു അപകടം അവിടെ പതുങ്ങിയിരിക്കണ്ടോ എന്നുള്ളത് നമുക്ക് ആർക്കും അറിവില്ല. അതാണ് ഈ അർജുനും പറ്റിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ അർജുനൻ ഇപ്പൊ അങ്ങനെ മണ്ണിടിയും അല്ലാന്ന് വെച്ചാൽ അങ്ങനെ സ്ഥിരം ഉറങ്ങാനായിട്ട് കെടുക്കാവുന്ന ഒരു നല്ല വീതി കൂടിയുള്ള സ്ഥലമാണ്. എന്റെ പ്രേക്ഷകർക്ക് നിങ്ങൾ എത്ര പേര് കൂടിയിട്ടാണ്? അതെ, ഞങ്ങള് ഇവിടുന്ന് പോകുമ്പോ ഞങ്ങള് 4 പേരാണ് പോയത്. ഒരു കൂട്ടുകാരൻ ഇരിഞ്ഞാലക്കുടന്ന് വന്നു. ഇരിഞ്ഞാലക്കുടന്ന് വരുന്ന ആള് ജോസഫ്, പിന്നെ ശബരി, പിന്നെ യദുകൃഷ്ണൻ. അങ്ങനെ 4 പേര് കൂടിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ഒരു 16 കിലോമീറ്റർ അപ്പുറത്ത് ലോറികള് വൺ സൈഡ് ബ്ലോക്കാണ്. 4-ാമത്തെ ദിവസമാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അപ്പോ വൺ സൈഡ് കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഇപ്പൊ ഞങ്ങൾ അവിടെ എത്തിപ്പെടാൻ പറ്റുള്ള പാട് ഞങ്ങൾക്ക് അറിയുള്ളൂ. എന്ന് വെച്ചാൽ ഇവിടെ ലോറിയിൽ തന്നെയാണ് പോയത്? അല്ലല്ല, ഞങ്ങൾ ഇവിടുന്ന് സേവ് അർജുൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ബോർഡും വെച്ചിട്ടാണ് ഞങ്ങള്. എന്നാൽ ഞങ്ങളുടെ ഇവിടെ എല്ലാ വണ്ടികളിലും ഉണ്ടായിരുന്നു. ഞങ്ങള് തൃശ്ശൂര് ഇവിടെ ഒരു പ്രകടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങള് അങ്ങോട്ട് പോയത്. എന്താ വെച്ചാൽ ഇത്രയും ദിവസമായിട്ടൊരു അപകടം ഉണ്ടായ സ്ഥലത്ത് ഒരു കേരളത്തിലേക്കാന്ന് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്. അവിടെ ആ ഒരു ലോറി ഡ്രൈവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മള് ആ ലോറി മേഖല ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് ഭയങ്കര വിലയില് ഭയങ്കര മാറ്റങ്ങളല്ലാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ സംഭവിക്കാവുന്ന ആ ഒരു ഇത് പോലും ആ നാട്ടിലെ ഗവൺമെന്റ് ആ ഒരു അപകടം ഉണ്ടായിട്ട് ഒരു അന്വേഷണത്തിന് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് അവർക്ക് എപ്പോഴും വലുത് എന്ന് പറഞ്ഞാൽ റോഡ് ക്ലീൻ ആക്കാനാണ് അവര് നിന്നിട്ടുള്ളത്. അല്ലാണ്ട് അവിടെ ആരും മരിച്ചു മറ്റുള്ള കാര്യങ്ങൾ അതിനൊരു ശ്രദ്ധ പോലും കൊടുത്തു അവിടെ സാഹചര്യമായിട്ടല്ല. കർണാടക അവര് ആ ഗവൺമെന്റ് ആയാലും ആ പൊതുജനങ്ങളായാലും ഒരു രക്ഷാപ്രവർത്തനം അവർക്ക് എന്താന്നുള്ളത് അറിയില്ല. രക്ഷാപ്രവർത്തനം നമുക്ക് 100% നമ്മളുണ്ടെങ്കിൽ നമ്മൾ അതില് പ്രയത്നിക്കാൻ അല്ലാതെ എന്ത് കാര്യത്തിനും അതാണ് നമ്മളും കൂടി ആ ഒരു ഇതിലാണ് നമ്മളും കൂടിയിട്ട് പോയിട്ടുള്ളത്. ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിൽ അതിന് പോലും അവര് അടിച്ചമർത്ത ചെയ്യണത്. അവര് പിന്നെ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാര് അവര് ചെയ്യണത് ഡ്യൂട്ടി ടു ഡ്യൂട്ടിയാണ്. ഒരു രക്ഷാപ്രവർത്തനം അതാണോ? ഒരു ഡ്യൂട്ടി ടു ഡ്യൂട്ടി അല്ല രക്ഷാപ്രവർത്തനം. ഒരു മനുഷ്യൻ ഏത് സാഹചര്യത്തില് എന്ത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് അത് രക്ഷിക്കാനായിട്ട് സമയമല്ല നോക്കേണ്ടത്. നമ്മൾ ആ ഒരു ജീവനല്ലാന്ന് എന്ത് ഒരു അപകടം തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ. ഇതിപ്പോ ആ പുഴയില് നമ്മള് ശരിക്കും നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളെ കിട്ടിയ ആള് കരയിലുള്ള മണ്ണുകളൊക്കെ മാറ്റിയിട്ട് അവര് വേറെ റോഡ് സൈഡില് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പണിയെടുക്കുന്ന ഒരാള് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയാൽ ഞങ്ങൾ അത് അന്വേഷിക്കും. അർജുനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ടാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ 4 പേര് അന്വേഷിച്ച് പോയത്. എവിടെ പോയി അർജുനൻ? അവിടെ ഉണ്ടോ? ഒന്ന് കാണണം. എന്തായാലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അർജുനെ കിട്ടുമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ അവിടെ ചെന്നതും. ഞങ്ങൾ അവിടെ നിന്ന് മനാഫിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മൂകാംബികയിൽ പോയിട്ട് അമ്മേരെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് അർജുനെ കിട്ടാൻ വേണ്ടിയിട്ടും ജീവനോടെ ആ കുടുംബത്തിന് കിട്ടണം എന്നുള്ള ആശയോട് കൂടിയിട്ട് ഞങ്ങൾ മൂകാംബിക ദേവിയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ 4 പേര് അവിടെ ക്യൂ നിന്ന് പ്രാർത്ഥിച്ച് അമ്മയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അർജുൻ ഒരു പ്രതീകമാണ്. ലോറി ഡ്രൈവർമാരുടെ പ്രശ്നങ്ങളെ ലോകത്തെ അറിയിക്കാൻ ഒരു രക്തസാക്ഷി എന്ന് വേണമെങ്കിൽ പറയാം. രക്തസാക്ഷി അതന്നെ തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. കാരണം ഇത്രയധികം കാലം നമ്മുടെ പത്രങ്ങളോ നമ്മുടെ ചാനലുകളോ ഒന്ന് ലോറി ഡ്രൈവർമാരുടെ അവരെ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് ചർച്ച ചെയ്യുന്നത്. സമൂഹത്തിന് നന്മകളെ കുറിച്ച് പറയുമ്പോൾ ലോറിക്കാരൊന്നും നമ്മളതല്ല. പക്ഷെ ഇവരും മനാഫിനെ പോലെ അർജുനെ പോലെ ഈ 4 പേരെ പോലുള്ളവരും അവരും അവരുടെ സഹപ്രവർത്തകരെ കുറിച്ച് അവരുടെ സഹോദരന്മാരായി ചേർത്ത് പിടിക്കുന്നവരാണ്. ഒരിക്കൽ കൂടി ഇവരുടെ ഒപ്പം പേരില്ല ഇവരെ ഓരോരുത്തരുടെയും പേരിലും ഓരോ മലയാളി എന്ന നിലയിൽ അർജുന് ആദരാഞ്ജലികൾ അർപ്പിക്കുക.